സോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ അബൌട്ട് പ്ലസ് ടു ആണ്. എനിക്ക് ഇപ്പം ഈ വെക്കേഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിരിക്കുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടുവിനെ പറ്റിയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പം നമ്മൾ ഓരോ ഈ സംഭവങ്ങൾ പഠിച്ച് കഴിയുമ്പോഴേ, അല്ലെങ്കിൽ ഓരോ പ്ലസ് 1 ആണെങ്കിലും പ്ലസ് 2 ആണെങ്കിലും ഓരോ കോഴ്സ് ആണെങ്കിലും പഠിച്ച് കഴിയുമ്പോഴേ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സംഭവം പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടാം. ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടലായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അപ്പം കറക്റ്റ് സമയം ഇപ്പോഴാണ് ഇപ്പോൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ പ്ലസ് 2ലേക്ക് ഇനി പോകാൻ നിൽക്കുന്ന പ്ലസ് 1 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ ചാനലിലാണെങ്കിൽ, നമ്മൾ മുമ്പത്തെ ഫസ്റ്റ് ചാനലിലാണെങ്കിൽ ഓൾ അബൌട്ട് പ്ലസ് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. പ്ലസ് 2 അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, ഞാൻ പ്ലസ് 2 സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അപ്പം ഈ വട്ടം ഇനി ഓൾ അബൌട്ട് പ്ലസ് 2. പ്ലസ് ടുവിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്കും സംശയമുള്ള കാര്യമായിരിക്കും ടഫ്നെസ്സിനെ പറ്റിയിട്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും പ്ലസ് 2 ആണ് പ്ലസ് 1 ടഫ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഫാക്ട് ചെക്ക് ചെയ്യുവാണെങ്കിൽ അത് കറക്റ്റാണ്. പ്ലസ് 2 ആണ് കുറച്ചുകൂടെ ടഫ്. അതിന് മെയിനായിട്ട് 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം നമുക്കിപ്പം മാത്സിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ നമുക്ക് പ്ലസ് 1 ഈ ആകെപ്പാടെ കാൽക്കുലസിൻ്റെ ഒരേ ഒരു ചാപ്റ്റർ അങ്ങാണ്ടേ പഠിക്കാനുള്ളൂ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അതല്ലാതെ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ഏത് ചാപ്റ്റർ ആണുള്ളതെന്ന്. എൻ്റെ ഓർമ്മയിൽ ഒരെണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ പ്ലസ് 2 വരുന്ന സമയത്ത് കാൽക്കുലസ് ബേസ്ഡ് ആയിട്ട് നമുക്കൊരു 5 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5-6 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് ഭാഗത്തോട്ട് വരുന്ന സമയത്താണ്. ആ ഒരു ഭാഗത്ത് ഇത് ഇപ്പം നമുക്ക് ആദ്യം സമയത്തൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് കയറിയ ഒരു അപ്പോൾ നമ്മൾ പ്ലസ് 2 കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഉന്മേഷത്തോടെ നമ്മൾ പഠിക്കും. പക്ഷെ ലാസ്റ്റ് വരുന്ന സമയം നമ്മൾ ഇച്ചിരി ഉഴപ്പുന്ന സമയമാണ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ. എല്ലാവരും കാരണം ടൂറാണെങ്കിലും നമ്മുടെ കലോത്സവം ആണെങ്കിലും ഇത് ഇങ്ങനെ ഒരുപാട് ഇപ്പം റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെയും അതുപോലെ നമ്മുടെ ലാബിൻ്റെ എക്സാം അതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആ ഒരു ഭാഗം വരുന്ന സമയത്ത് മിക്കവാറും പേര് ഉഴപ്പിടുന്നൊരു സംഭവമാണ്. അതിലാണ് മിക്കവാറും മാർക്ക് കൂടുതൽ വരുന്നത്. കാരണം ഒരു 6 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു അതുകൊണ്ടാണ് പ്ലസ് 2 ടഫാണെന്ന് പറയുന്നത് മാത്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ. പിന്നെ ഫിസിക്സിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് പ്ലസ് 1 ഇപ്പം കുറച്ചുകൂടെ ടഫായിരുന്നു ലാസ്റ്റോട്ട് വരുന്ന സമയത്ത്. എനിക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ഒക്കെ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ടഫ് ചാപ്റ്റർ ആയിരുന്നു. പക്ഷേ പ്ലസ് 2 ഫിസിക്സ് കമ്പാരിറ്റീവ്ലി എനിക്ക് കുറച്ച് എളുപ്പമായിരുന്നു പഠിക്കാൻ. ലാസ്റ്റിലോട്ട് വരുന്ന ഒരു ഇടയ്ക്കത്തെ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ചില ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ലാസ്റ്റിലൊക്കെ വരുന്ന ചാപ്റ്റേഴ്സ് ആറ്റംസ്, ന്യൂക്ലിയർ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് കുറച്ചേ ഉള്ളൂ പഠിക്കാൻ, വളരെ കുറച്ചേ ഉള്ളൂ ലാസ്റ്റ് ചാപ്റ്റേഴ്സ്. ഇടയ്ക്കുള്ള കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. അതും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നുമില്ല. നമുക്കിപ്പോൾ കഴിഞ്ഞ വട്ടം ഫ്ലൂയിഡ്സ് ഒക്കെ ഉള്ള പോലത്തെ ചാപ്റ്റേഴ്സ് അത്രയും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ കുറവാണ്, ഉണ്ടെങ്കിൽ തന്നെ കുറവാണ്. പിന്നെ കെമിസ്ട്രിയുടെ കാര്യമാണെങ്കിൽ കെമിസ്ട്രിയും കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫായിരിക്കും. പ്ലസ് 1 നമുക്കിപ്പോൾ ലാസ്റ്റ് ഒരു ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും പിന്നെ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുമാണ് ഓർഗാനിക് കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ളത്. പക്ഷേ ഈ വട്ടം വരുമ്പം അതും ഒരു 4-5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് പറയുവാണെങ്കിൽ മറ്റേ ആൽക്കഹോൾസ്, ഹൈഡ്രോകാർബൺസ് അല്ലല്ലോ, ഹാലോ ആൽക്കെയിൻസ്, പിന്നെ ആൽക്കഹോൾസ്, അമീൻസ് ഉണ്ട്, പിന്നെ അതുപോലെ കാർബോക്സിലിക് ആസിഡ്, ആൽഡിഹൈഡ്, കീറ്റോക്സ്, അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് ഒരു ബയോമോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഒരു 5 ചാപ്റ്റർ ഓർഗാനിക് ബേസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ എനിക്ക് ടഫ് എന്ന് പറയുന്നത് ആൽഡിഹൈഡിൻ്റെ ചാപ്റ്ററും അതുപോലെ അമീൻ്റെ ചാപ്റ്ററും ആയിരുന്നു. അപ്പം അതുപോലത്തെ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ബേസ് വേണം. അതായത് നെയിമിംഗ് ആണെങ്കിലും ആൽക്കഹോൾസിൻ്റെ ഒക്കെ അങ്ങനെയുള്ള പ്രോസസ്സുകളുടെ ആണെങ്കിലും അതൊക്കെ കറക്റ്റായിട്ട് ആ ഒരു ഇക്വേഷൻസ് ഒക്കെ തെറ്റാതെ പഠിച്ചാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കിപ്പം വന്ന ഒരു പാറ്റേണോട് വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പം അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയും എനിക്ക് കുറച്ച് ടഫായിരുന്നു കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുമ്പോൾ. മാത്സ് പക്ഷേ എനിക്കൊന്ന് കൂടുതൽ പേരും പറഞ്ഞ ഇൻ്റഗ്രേഷനൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി ഇൻ്റഗ്രേഷനൊക്കെ എളുപ്പമായിരുന്നു. എനിക്ക് തോന്നുന്നു മാത്സ് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു അതിനെക്കാട്ടി. പിന്നെ എനിക്ക് ടഫ് വന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത് മിക്കവാറും പേർക്ക് എളുപ്പമായിരുന്നു എന്ന് തോന്നുന്നു ആ ചാപ്റ്റർ. പക്ഷേ എനിക്കത് ടഫായിരുന്നു. അപ്പം പലർക്ക് എനിക്കൊന്നും നമ്മളിപ്പോൾ ഓരോ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുന്നതനുസരിച്ചിരിക്കും അതിൻ്റെ ടഫ്നെസ് ആൻഡ്
ഈസി ആവുന്നതെന്നുള്ളത്. അതുകൊണ്ടായിരിക്കും എനിക്ക് കെമിസ്ട്രി തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് കെമിസ്ട്രി ടഫായിരുന്നു. ഫിസിക്സ് കുഴപ്പമില്ലായിരുന്നു, മാത്സ് ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ബയോളജി എന്ന് പറയുന്നത് +1 ബേസ് ചെയ്തിട്ട് ഫാർ ബെറ്റർ ആണ് +2. അത് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട, അത്യാവശ്യം പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനകത്ത് സുവോളജിക്കകത്ത് വരുമ്പോൾ പിന്നെ അതിനകത്ത് എനിക്കൊരു ടഫ് ചാപ്റ്റർ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അത് ടഫ് എന്നല്ല, അത് ലെങ്തി ചാപ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ പെട്ടെന്ന് നമുക്ക് പഠിച്ചാൽ മനസ്സിലാവത്തില്ല. ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും വരത്തില്ല. പിന്നെ ബയോളജിയെ അത്ര ഇഷ്ടപ്പെടാത്ത ഒരാളെന്നുള്ള നിലയിൽ കെമിസ്ട്രി ബയോളജിയാണ് എൻ്റെ ശത്രുക്കളായിരുന്നത് കഴിഞ്ഞോട്ടം. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ബയോളജിയോട് വലിയ താല്പര്യം ഇല്ലായിരുന്നിട്ട് കൂടി എനിക്ക് ഈ വട്ടത്തെ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ഫസ്റ്റ് ഇയറിനെ കാട്ടി കേട്ടോ. അപ്പം പിന്നെ ഹിന്ദിയുടെ കാര്യം അറിയാലോ, ഹിന്ദിയൊന്നും അത്ര ടഫല്ല. ഇംഗ്ലീഷ് ആണെങ്കിലും അത്ര ടഫായിട്ടൊന്നുമല്ല. ഇംഗ്ലീഷൊക്കെ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. കഴിഞ്ഞ വട്ടത്തെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്താണെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ കൂടുതലും കഥകളല്ല, കൂടുതൽ തിയറി ആയിട്ട് കുറച്ച് പഠിക്കാനുള്ള സൈസാണ്. ഇപ്പം നമുക്ക് മോട്ടിവേഷൻ പോലത്തെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഡ്രഗ്സിനെ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചില ചാപ്റ്റേഴ്സാണ്. അത്ര ഇപ്പം കഴിഞ്ഞോട്ടാണെങ്കിൽ നമുക്ക് സെറാങ് ഓഫ് ഇതൊക്കെ പറഞ്ഞിട്ട് ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇപ്പം മിക്കവാറും എനിക്കൊന്ന് സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള, പക്ഷേ ഇവിടെയൊക്കെ സ്റ്റോറീസ് കുറവാണ്, കുറച്ചുകൂടെ ഇതുപോലെ നമുക്ക് ഓരോ മെസ്സേജ് തരുന്ന രീതിയിലുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പം വായിക്കാൻ കുറച്ച് മടി ഉണ്ടായിരിക്കാം ടെക്സ്റ്റ് വായിക്കാൻ, എന്നാലും വായിക്കണം. ഇംഗ്ലീഷ് അറിയാലോ, ടെക്സ്റ്റ് വായിക്കണം. അപ്പം ടഫ്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ. പിന്നെ ഇനി കൂടുതൽ പേരും ചോദിക്കുന്നതാണ്, ഇപ്പോൾ +1 എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, റെക്കോർഡ് പ്രാക്ടിക്കൽ എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർക്ക് പറയത്തില്ലേ, ഇപ്പോൾ പ്രാക്ടിക്കൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, പാടാണ്, റെക്കോർഡ് എഴുതി തരത്തില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി നമുക്കിപ്പോൾ എല്ലാം നമുക്ക് അനുഭവം വരുമ്പോഴേ കറക്റ്റായിട്ട് അറിയത്തുള്ളല്ലോ. അപ്പോൾ എനിക്കൊന്നും ഈ റെക്കോർഡ് പ്രാക്ടിക്കൽ എന്നൊക്കെ പറയുന്നത് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട സംഭവമൊന്നുമല്ല. നമുക്കിപ്പോൾ എക്സാം ഹാളിൽ കയറുന്നവരെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് പക്ഷേ ടീച്ചേഴ്സൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു പ്രാക്ടിക്കൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാം കിട്ടും എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന സംഭവമൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ടെൻഷൻ അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫിസിക്സ് ഒക്കെ ആയിരുന്നു. ഫിസിക്സ് നമുക്ക് കുറേ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിൽ കറക്റ്റ് ആ റീഡിംഗ് ഒക്കെ കിട്ടണം. അപ്പോൾ അത് കിട്ടുമോ എന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷേ എനിക്ക് അതൊക്കെ കറക്റ്റ് കിട്ടി. അത് നിങ്ങളിപ്പോൾ ലാബിൽ ചെന്ന് കഴിയുമ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ സംഭവങ്ങൾ അറിയത്തുള്ളൂ. അത് ഒരുപാട് ടെൻഷൻ അടിക്കാനുള്ള കാര്യമൊന്നുമല്ല. പിന്നെ എനിക്കൊന്ന് ഭൂരിഭാഗം സ്കൂളിലും ഇപ്പം റെക്കോർഡ് എഴുതാനായിട്ട് സുവോളജിയും ബോട്ടണിയും തന്നിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തീർത്ത് വെക്കുക. ഏറ്റവും നല്ലത് എത്രയും പെട്ടെന്ന് തീർത്ത് വെച്ചിട്ട് നിങ്ങൾ +2 പോർഷൻസിലേക്ക് കയറുന്നതായിരിക്കും. എന്ന് പറയുമ്പോൾ ഇപ്പം അടുത്ത ഇനി അതിലേക്ക് വരാം. +2 പോർഷൻസ് പഠിക്കുന്ന കാര്യം ഇപ്പം വെക്കേഷൻ ടൈമിൽ പഠിക്കണമെന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് വെക്കേഷന് ഞാൻ പഠിച്ചിരുന്നു എന്നുള്ളത്. ഞാൻ വെക്കേഷന് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലും നല്ലത് ഇപ്പം ഞാൻ പറഞ്ഞില്ല എക്സ്പീരിയൻസ് വരുമ്പോഴേ അറിയത്തുള്ളൂ കറക്റ്റായിട്ട്. അതിലും നല്ലത് ഇപ്പം ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കുന്നതിൽ നല്ലത്. ഇപ്പം മാത്സ് നിങ്ങൾക്ക് ടഫായിട്ടുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ മാത്സ് നിങ്ങൾ ഏറ്റവും നല്ലത് ഇൻ്റഗ്രേഷൻ്റെ ഡിഫറൻസിയേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അതെന്താണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കാണത്തില്ല. അപ്പോൾ ആ ഒരു ധൃതിയുടെ ഇടയ്ക്ക് ഇതെല്ലാം കൂടെ പഠിക്കുമ്പം ആ ബേസിക്സ് സെറ്റ് ആകാത്തതുകൊണ്ടാണ് പലർക്കും ഇൻ്റഗ്രേഷൻ എനിക്കൊന്ന് ടഫായിട്ട് തോന്നുന്നത്. അപ്പം അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇപ്പോഴേ ക്ലിയർ ചെയ്ത് വെക്കുക. ഇപ്പം d/dx ഓഫ് x എന്താണ്, d/dx ഓഫ് sin x എന്താണ്, അതെല്ലാം ആ റിസൾട്ടുകളൊക്കെ കുറേ ഉണ്ട്, അതെല്ലാം അങ്ങ് പഠിച്ചു വെക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പം d/dx ഓഫ് sin x എന്ന് പറയുന്നത് cos x ആണ്, ഇൻ്റഗ്രൽ cos x എന്ന് പറയുന്നത് -sin x ആണ്. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അല്ല, ഇൻ്റഗ്രൽ cos x sin x, അതാണ് നമ്മൾ പഠിക്കുന്നത് ശരിക്കും. അല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ എന്താണോ ഇവിടെ എഴുതുന്നത് അത് തിരിച്ചെഴുതുന്നതാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അത് പലർക്കും എനിക്കൊന്നും സെറ്റ് ആവുന്നില്ലായിരിക്കും. പിന്നെ ഇൻ്റഗ്രൽ d/dx ഓഫ് ഇത് നിങ്ങൾ പഠിച്ചായിരിക്കുമല്ലോ ഡെറിവേറ്റീവ്സ്. അപ്പം d/dx ഓഫ് cos x എന്ന് പറയുന്നത് -sin x ആണ്. പക്ഷേ ഇൻ്റഗ്രൽ sin x എന്ന് പറയുന്നത് -cos x ആണ്. അങ്ങനെ വരുന്നത് പഠിച്ചു വെക്കണം. ആ റിസൾട്ടുകളെല്ലാം പഠിച്ചു വെക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അത് ഇപ്പം പഠിച്ചു വെച്ചിട്ട് അങ്ങ് മറന്നു കളയരുത്, പിന്നത്തേക്കൂടെ ഓർത്ത് വെച്ചേക്കണം. മനസ്സിലായോ? ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ഇതെല്ലാം കൂടെ പഠിച്ചു വെക്കും, എന്നിട്ട് പിന്നെ അത് തുറന്നു നോക്കത്തില്ല. അങ്ങനെയല്ല, ആ റിസൾട്ടുകൾ എപ്പോഴും ഏറ്റവും നല്ലത് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളുടെ സ്റ്റഡി ടേബിൾ എവിടെയാണോ അതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെക്കുന്നതായിരിക്കും. ഞാനങ്ങനെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. റിസൾട്ടുകളെല്ലാം എഴുതി ഒട്ടിക്കുക, അതുപോലെ നമ്മുടെ ഇക്വേഷൻസ് എല്ലാം എഴുതി ഒട്ടിക്കുക, അതൊക്കെ നല്ലതായിരിക്കും മാത്സിൻ്റെ മെയിനായിട്ട്. പിന്നെ കെമിസ്ട്രിയും ഞാൻ എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. റിയാക്ഷനുകളൊക്കെ ലാസ്റ്റിലെ ആ ഒരു ഓർഗാനിക് കെമിസ്ട്രി വരത്തില്ല അതിൻ്റെ, അത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ട്യൂഷൻ്റെ കാര്യം, ട്യൂഷന് പോകണോ, ഓഫ്ലൈൻ വേണോ, ഓൺലൈൻ വേണോ, അതെല്ലാം കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഒരു ചോയ്സാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത് ഓഫ്ലൈൻ ട്യൂഷനിൽ പോകുന്നതായിരിക്കും. ഓൺലൈൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ബാച്ച് നേരത്തെ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഓൺലൈനിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പഠിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് അങ്ങനെ പഠിക്കത്തില്ല എന്നുള്ളവരാണെങ്കിൽ ഓഫ്ലൈനിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ ഓഫ്ലൈൻ ആയിരിക്കും. നല്ല ട്യൂഷൻ സെൻറ്റേഴ്സ് അടുത്തുണ്ടെങ്കിൽ അവിടെ പോകുന്നതായിരിക്കും. എന്നിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടംപോലെ ക്ലാസ്സില്ലേ, അതൊക്കെ എടുത്ത് വെച്ച് കണ്ടാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകൾ. അപ്പം
ഞാൻ ഈ ഓഫ്ലൈൻ പോകാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതാകുമ്പോൾ അന്നുള്ള അങ്ങ് പഠിച്ചു പോകും, പിന്നെ എക്സാംസ് ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുള്ളതുകൊണ്ട് ഓഫ്ലൈനിൽ പോകുന്നത് നല്ലത്. സ്റ്റിൽ ഓൺലൈൻ ക്ലാസ്സസ് നല്ലതാണ്. ഞാനിപ്പം ഓൺലൈൻ ബാച്ചിലായിരുന്നു, ഓൺലൈൻ ബാച്ചായിരുന്നു +2 വന്നപ്പം. എനിക്ക് എക്സാമിനറിൻ്റെ ബാച്ച് നോക്കി തീരാൻ പറ്റിയില്ല, ഞാനത് യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് പഠിച്ചത്. ശരിക്കും എക്സാമിനറിൻ്റെ ബാച്ച് യൂസ് ചെയ്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി യൂസ് ചെയ്തു, പക്ഷേ ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ കൂടുതൽ യൂട്യൂബ് ക്ലാസ്സസ് ആയിരുന്നു നോക്കിയിരുന്നത്. സമയം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എനിക്കിപ്പം ഓഫ്ലൈൻ പോകണ്ടാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഓഫ്ലൈൻ ആകുമ്പോൾ രാവിലെ നമ്മൾ വെളുപ്പിന് ട്യൂഷൻ കാണും, വൈകിട്ടും ട്യൂഷൻ കാണുമല്ലോ. അപ്പം അത്രയും സമയം പോയി കഴിഞ്ഞാൽ രാത്രി നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടത്തുള്ളൂ. അപ്പം ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ഇപ്പം നമുക്ക് രാവിലെ സമയമുണ്ട്, പക്ഷേ വൈകിട്ട് സമയമുണ്ട്, രാത്രി സമയമുണ്ട്. പക്ഷേ ഡിപ്പെൻസ് ഓൺ നിങ്ങൾ അത് കറക്റ്റായിട്ട് ആക്റ്റീവായിട്ട് അതിനോട് കറക്റ്റായിട്ട് ആ ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്ത് പോകും. അതിലാണ് കാര്യം. അതെങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ, നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ പേരൻസ് എന്ത് പറയുന്നു അതിനനുസരിച്ച് മുന്നോട്ട് പോകുക. അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പം ഏത് ബാച്ച് ചേർന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബാച്ച് ഏതാണെന്ന് നോക്കിയിട്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. എനിക്കിപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാത്സ് മനസ്സിലാവുന്ന ഒരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് മനസ്സിലാവുന്ന അടുത്ത വേറൊരു ക്ലാസ് ആയിരിക്കും. അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ യൂട്യൂബ് ക്ലാസ് കാണുന്നത്. അല്ലാതെ നിങ്ങൾക്കിപ്പം ഒരു ചാനലിൻ്റെ തന്നെ ഫുള്ള് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എക്സാംസ് ഒക്കെ കാണും, ബാച്ചിലാകുമ്പോൾ എക്സാംസ് ഒക്കെ എല്ലാം കാണും, പക്ഷെ എല്ലാം മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യുക. ഇതൊന്നും ഇടയ്ക്ക് ഉഴപ്പാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വെക്കേഷൻ ഞാൻ പറഞ്ഞോട്ട് ഇൻ്റഗ്രൽസ് ഡിഫറൻസിയേഷൻ, പിന്നെ ഫിസിക്സിൻ്റെ ഒന്നും അങ്ങനെ കണ്ടിന്യൂവേഷൻ ഒന്നും ഒരുപാടില്ല. ഫിസിക്സിൻ്റെ ഒക്കെ കമ്പാരിറ്റീവ്ലി കണ്ടിന്യൂവേഷനൊക്കെ കുറവാണ്. +1 കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതൊക്കെ. മാത്സ് ആണ് ഈ പറഞ്ഞോട്ട്. മാത്സിൻ്റെ ആണെങ്കിൽ പിന്നെ സെറ്റ്, പിന്നെ സെറ്റിൽ നിന്നാണ് ഈ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്, ആ ചാപ്റ്ററിൻ്റെ പഠിക്കാനുള്ളത്. പിന്നെ ആദ്യത്തെയൊക്കെ മെട്രിസസ് എന്നൊക്കെയുള്ള പറഞ്ഞിട്ട് മെട്രിസസും ഡിറ്റർമിനൻസും അങ്ങനെ 2 ചാപ്റ്റേഴ്സ് സ്റ്റാർട്ടിങ് വരും. അത് നിങ്ങൾ ഉഴപ്പിക്കളയരുത്. എനിക്ക് എപ്പോഴും അത് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കണക്കുകൾ കുറച്ചേ ചെയ്യത്തുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ ക്രിസ്മസ് എക്സാമിനാണെങ്കിലും യൂണിറ്റ് ടെസ്റ്റുകൾക്കാണെങ്കിലും എനിക്ക് എപ്പോഴും മെട്രിക്സിൻ്റെ പോകുന്നത്. 6 മാർക്കിന് ഒരു മെട്രിക്സ് എന്തായാലും ചോദിക്കും, എല്ലാ വട്ടം സ്ഥിരം ചോദിക്കുന്നതാണ്, ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് എപ്പോഴും അതായിരുന്നു തെറ്റുന്നത്. എൻ്റെ ഫൈനൽ എക്സാമിന് അത് കറക്റ്റായി, എന്തോ ദൈവഭാഗ്യം കൊണ്ട് അത് കറക്റ്റായി. പക്ഷേ എപ്പോഴും ഞാനത് തെറ്റിക്കുമായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രേഷനിലൊക്കെ ഫോക്കസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതങ്ങ് ഉഴപ്പും. നമ്മളിത് ഇതറിയാം, ഇത് നോക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കും. ഒരിക്കലും അറിയാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും വിടാൻ നിൽക്കില്ലേ. ഒരു വട്ടമെങ്കിലും ഒരു ചാപ്റ്ററിൻ്റെ മിനിമം ഒരു 10-20% ഒന്ന് ചെയ്ത് നോക്കണം. ഏറ്റവും നല്ലത് NCERT ആണ്. നിങ്ങൾക്കിപ്പം ഞങ്ങളുടെ ഒരു അനുഭവം വെച്ചിട്ട് നിങ്ങൾക്കത് കണ്ടുള്ള പരിചയം ഇപ്പോൾ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് കൂടുതൽ NCERT നിന്നാണ് ചോദിച്ചതെന്നുള്ളത്. മാത്സ് ആണെങ്കിലും ഏതായാലും NCERT നിന്നാണ് കൂടുതൽ ചോദിച്ചത്. അപ്പം മാത്സ് ഒക്കെ ആദ്യം തൊട്ടേ ഇരുന്ന് NCERT നോക്കുക. ഇപ്പം എനിക്ക് ഉണ്ടായിരുന്നൊരു സംഭവം കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യത്തെ ആ വെക്കേഷൻ്റെ ഒരു സമയത്ത് ആദ്യത്തെ 1-2 ചാപ്റ്റർ, ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഉണ്ട്, പിന്നെ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ റിലേഷൻ ആണെന്ന് തോന്നുന്നു. ആ ചാപ്റ്റർ തന്നെ പിന്നെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് എന്നിട്ട് ഞാനത് സെറ്റാക്കി. അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് എവിടെ നിന്ന് ചോദിച്ചാലും അറിയാം. പിന്നെ ഞാൻ മെട്രിക്സ്, ഡിറ്റർമിനൻസ് അതൊന്നും അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് പകരം ഞാൻ അത് തന്നെ ഇങ്ങനെ പിന്നെ ഇതായിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിപ്പോൾ യൂട്യൂബ് ക്ലാസ്സസ് ആണെങ്കിലും ലൈവുകൾ കൂടുതലും ആ ചാപ്റ്റേഴ്സ് തന്നെ ആയിരിക്കും വീണ്ടും എടുക്കുന്നത്. അപ്പോൾ ഞാൻ അത് ഫോളോ ചെയ്ത് പോയ സമയത്ത് ബാക്കിയുള്ളതിനോട് കുറച്ച് ടൈം കൊടുത്തായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ ഒക്കെ നേരത്തെ പഠിച്ചായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയേനെ. അപ്പം ആദ്യത്തെ ആ 1-2 ചാപ്റ്റേഴ്സിൽ ഇങ്ങനെ സ്റ്റക്കായി പിന്നെ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് പകരം മുന്നോട്ട് പോവുക. അപ്പം അതിൻ്റെ തിയറി ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ചിലപ്പോൾ ആദ്യം നിങ്ങൾക്ക് എടുത്ത് വെച്ച് നോക്കിയിട്ട് ഫസ്റ്റ് ഡേ പഠിച്ചിട്ട് അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതങ്ങനെയാണ്. നമുക്ക് പ്രാക്ടീസാണ് മാത്സിനായിട്ടും ആവശ്യം. മാത്സ് ഇപ്പം നോക്കി പഠിച്ചിട്ട് കാര്യമില്ല. മാത്സ് ഇപ്പം നിങ്ങൾക്ക് അറിയാത്ത ഒരു കണക്കാണെങ്കിൽ മിനിമം അത് പഠിക്കുന്ന എത്ര തവണ എഴുതിയിട്ടാണോ അത്രയും തവണ എഴുതി പഠിക്കണം കേട്ടോ. പിന്നെയുള്ള കാര്യം അപ്പം റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചു, ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിച്ചു, അത് തന്നെ പിന്നെ നോക്കാതെ തൊട്ടടുത്ത ചാപ്റ്റർ മെട്രിക്സിലേക്ക് പോവുക, അത് കഴിഞ്ഞ് ഡിറ്റർമിനൻസിലേക്ക് പോവുക. നിങ്ങൾ വെക്കേഷൻ തീരുന്നതിന് മുമ്പേ എത്രത്തോളം ബേസിക്സ് സെറ്റാക്കാൻ പറ്റുമോ അത്രയും സെറ്റാക്കിയിട്ട് പോവുക. പിന്നെ ഫിസിക്സിൻ്റെ ഒക്കെ കാര്യമാണെങ്കിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ആദ്യം. അതൊക്കെ എളുപ്പമാണ്. അതാണെങ്കിലും അതിൻ്റെ അടുത്ത ചാപ്റ്റർ ആണെങ്കിലും എളുപ്പം. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി അത്യാവശ്യം കുഴപ്പമില്ല. മൂവിങ് ചാർജസ് എളുപ്പമാണ്. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ അത് ശരിയാണെന്നില്ല, എളുപ്പമാണ്. പിന്നെ അങ്ങോട്ടുള്ള ചാപ്റ്റർ ശരിക്കും ഫിസിക്സ് ഈ വട്ടം അത്യാവശ്യം എളുപ്പമുള്ള ചാപ്റ്റേഴ്സാണ് കൂടുതലും. പിന്നെ കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ തുടക്കത്തിലെ ചെറുതായിട്ടൊന്ന് ക്ലിയർ ആക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എല്ലാവർക്കും ഉള്ള അടുത്തൊരു സംശയമായിരിക്കും എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളത്. എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളത് ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ പഠിച്ചെന്നുള്ളതുകൊണ്ട് കാര്യമില്ല. നമ്മളിപ്പോൾ 10 മണിക്കൂർ പഠിച്ചെന്ന് വിചാരിച്ചോ, 10 മണിക്കൂർ പഠിച്ചെന്ന് പറഞ്ഞാലും എത്രത്തോളം പഠിച്ചു എന്നുള്ളതാണ് കാര്യം. നിങ്ങളിപ്പോൾ ചുരുങ്ങിയ സമയം എടുക്കുന്നതിലും എത്ര കണ്ടന്റ് പഠിച്ചു എന്നുള്ളതല്ലേ ഉള്ളൂ കാര്യം.
അപ്പം ഇരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇത്ര സമയം പഠിച്ചു കഴിഞ്ഞാൽ ഫുള്ള് കിട്ടും, ഇത്ര സമയം പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പം 10 മണിക്കൂർ ഇരിക്കുവാണെങ്കിൽ ആ 10 മണിക്കൂർ നിങ്ങളെ കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ 2 മണിക്കൂർ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ 2 മണിക്കൂർ മതി നിങ്ങളെ കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ ചിലപ്പോൾ 10 മണിക്കൂർ ഇരിക്കുന്നതിൻ്റെ ഫലം ചെയ്യും. അത്രയും നേരം കറക്റ്റായിട്ട് പഠിക്കുന്നതും 10 മണിക്കൂർ ചുമ്മാ ഇരുന്ന് പഠിക്കുന്നതും തമ്മിൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ കോൺസെൻട്രേഷൻ. അപ്പം നിങ്ങൾ എത്ര കോൺസെൻട്രേറ്റഡ് ആയിട്ട് എത്ര ഇൻട്രസ്റ്റോടെ ഇരുന്ന് പഠിക്കുന്നു. നിങ്ങൾക്ക് എപ്പോഴും ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആണെങ്കിൽ, ഇഷ്ടമുള്ള പഠിക്കുന്ന സാധനമാണെങ്കിൽ ഞാൻ എത്ര നേരം വേണമെങ്കിൽ ഞാൻ സ്പെൻഡ് ചെയ്യും. അല്ലാത്ത കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത സബ്ജക്ട്സ് ആണെങ്കിൽ ഞാൻ പഠിക്കുന്ന തീരെ കുറവായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ മാത്സിന് ഞാൻ എത്ര നേരം ഇരുന്ന് പഠിച്ചാലും എനിക്ക് ഒരു മടുപ്പില്ല. ഞാനത് വീണ്ടും വീണ്ടും ഇരുന്ന് ചെയ്തോളും. ഇപ്പം ഞാൻ രാത്രി മാത്സ് ചെയ്ത് 2 മണി 3 മണി വരെയൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അതേസമയം ഞാൻ അത്രയും സമയം ഇരിക്കത്തേ ഇല്ല കെമിസ്ട്രി അതുപോലെ ബയോളജി ഒക്കെ വരുന്ന സമയത്ത്. എനിക്ക് ബയോളജി വായിക്കാനും അതുപോലെ കെമിസ്ട്രി പഠിക്കാനും തീരെ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് നിങ്ങൾ എത്ര നേരം വേണേ ഇരിക്കും. അപ്പം കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേഷൻ കൂടുതലായിട്ടിരിക്കുന്ന സമയത്ത് തീരെ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് കൂടുതൽ, അല്ലെങ്കിൽ സബ്ജക്ട്സ് ആണ് കൂടുതൽ വായിക്കേണ്ടത്. അതാകുമ്പോൾ നമ്മൾ അത് അത്രയും പഠിച്ചങ്ങ് തീർക്കും. ഇല്ലെങ്കിൽ മറ്റേത് എന്തായാലും നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള പിന്നെ പഠിക്കുമല്ലോ. അല്ലെങ്കിൽ ഏത് സമയത്ത് എനിക്ക് കൊണ്ട് മാത്സ് തന്നാലും ഞാനും പഠിക്കും, എനിക്കതൊന്നും പ്രശ്നമില്ല. പക്ഷേ കെമിസ്ട്രിയോ ബയോളജിയോ കേസ് ആണെങ്കിൽ എനിക്ക് പഠിക്കാൻ തീരെ ഇഷ്ടമല്ല. അപ്പം അങ്ങനെയുള്ള നിങ്ങൾ ഏറ്റവും ആക്റ്റീവായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ത്വര വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടഫായിട്ടുള്ളത് എടുത്ത് വെച്ച് പഠിക്കുക. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പേനയാണ് യൂസ് ചെയ്യുന്നതെന്ന് ആൾക്കാർ ചോദിക്കുന്നത്. ഞാൻ ഹോസറെക്സ് എന്നാണ് അതിൻ്റെ പേര്, എക്സോയോ അങ്ങനെ കണ്ട ഒരു നീല കളർ പേന. ഞാനത് ഇവിടെ കണ്ട് എടുത്തു വെച്ച സമയത്ത് അത് കാണുന്നില്ല. പിന്നെ നമ്മളിപ്പം +2ൻ്റെ മാർക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ +2ൻ്റെ മാർക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും പറയും 10th മാർക്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും. പക്ഷേ 10th മാർക്സ് അല്ല, ശരിക്കും +2ൻ്റെ മാർക്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പോൾ കീം എഴുതുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നമ്മൾ +2ൻ്റെ മാർക്സ് കൺസിഡർ ചെയ്യും. +2ൻ്റെ മാർക്സ് അല്ല, +1 +2ൻ്റെ മാർക്സ് കൺസിഡർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് +1 +2 8 നന്നായിട്ട് എഴുതുക. അപ്പം ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൂടെ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, +1 നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മാക്സിമം മാർക്ക് വാങ്ങിക്കുക. അതിങ്ങനെ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 വരുമ്പോൾ ഡബിൾ ആൻഡ് ട്രിപ്പിൾ വാല്യൂഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത് അതിൽ നിന്ന് ഒരു അര മാർക്ക് പോലും കൂടുതൽ കിട്ടുമെന്ന് വലുതായിട്ട് പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചോദിക്കുന്നവരോട് പറയുന്നത് എനിക്കൊരു പ്രതീക്ഷയില്ല, എന്താണോ കിട്ടുന്നത് അത് സ്വീകരിക്കും അങ്ങനെ. അപ്പോൾ പക്ഷേ +1 നമുക്ക് പിന്നെ എക്സ്പെക്ട് ചെയ്യാനുള്ള വകയുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിയും തീർച്ചയായിട്ടും നല്ല മാർക്ക് കിട്ടും. ഞാനിപ്പം +1 ഇത്ര മാർക്സ് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. 518 പറയുന്നത് ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം ഓരോന്ന് എഴുതി കഴിയുമ്പോഴും ഞാൻ എപ്പോഴും ഇപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് അറ്റൻഡ് ചെയ്തേക്കുന്നതെങ്കിൽ ഞാൻ 3 മാർക്കും കട്ട് ഓഫ് ചെയ്തിട്ട് മാത്രമേ ആ ടോട്ടൽ മാർക്സ് കൂട്ടുന്ന സമയത്ത് കൂട്ടത്തുള്ളൂ. ഇപ്പോൾ 30 മാർക്കിൻ്റെ എക്സാം ആണെങ്കിൽ 3 മാർക്ക് ഞാൻ ശരിക്കും എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ 27 മാർക്കായിട്ട് അത് കണക്ക് കൂട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ഒരുപാട് വെക്കുമ്പോഴാണ് കുഴപ്പം. ഒരിക്കലും ഓവർ എക്സ്പെക്ട് ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് നിങ്ങൾ എങ്ങനെ എഴുതിയിട്ടുണ്ടോ അതനുസരിച്ച് അർഹതപ്പെട്ട മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാമല്ലോ. റീവാലുവേഷൻ കൊടുക്കാം, പിന്നെ ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുക്കാം, സ്ക്രൂട്ടിനി ഉണ്ട്, പിന്നെ ഒരു സാധനം കൂടെ ഉണ്ടായതുണ്ട്, ഫോട്ടോ കോപ്പി എടുക്കാം. ഞാൻ അങ്ങനെ ഫോട്ടോ കോപ്പി എടുത്തായിരുന്നുണ്ട്, മറ്റേ ബയോളജി ആണെങ്കിലും മാത്സ് ആണെങ്കിലും. അപ്പോഴാണ് മാത്സിൻ്റെ റീവാലുവേഷൻ കൊടുക്കണ്ടെന്ന് പിന്നെ തോന്നിച്ചത്. കാരണം ഫോട്ടോ കോപ്പി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 1 മാർക്കിൻ്റെ കറക്റ്റ് പറഞ്ഞാൽ അത് തെറ്റി മാത്സിൻ്റെ. അപ്പം മറ്റേ ഫില്ലപ്പ് ചൂസ് ദ കറക്റ്റ് ആൻസറോ അത്. അപ്പം അത് 6 മാർക്കിൻ്റെ സെക്ഷനിലെ ഒരു ടാനിൻ്റെ ക്വസ്റ്റൻ, അത് ഞാൻ എൻ്റെ ജന്മത്തിൽ മറക്കത്തില്ല. ആ ക്വസ്റ്റനാണ് എനിക്ക് തെറ്റി. അപ്പം ബാക്കിയെല്ലാം കറക്റ്റാണ്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇതിൻ്റെ റീവാലുവേഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലാത്ത കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ട. അങ്ങനെ എല്ലാം ഒരുമിച്ചാന്ന് തോന്നുന്നു കൊടുക്കേണ്ട റീവാലുവേഷൻ ഫോട്ടോ കോപ്പി അല്ല. അപ്പം ഞാനിതിനെല്ലാം കൊടുത്തു, 3 എണ്ണത്തിന് കൊടുത്തു. അത് 3 എണ്ണത്തിൻ്റെ ഫോട്ടോ കോപ്പി കിട്ടി. നിങ്ങൾക്കിപ്പോൾ +1 എക്സാം എഴുതി കഴിഞ്ഞപ്പം അത്യാവശ്യം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നൊരു ഊഹം കാണില്ല. അപ്പോൾ അതിൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ +1 കാര്യം ഒരു ടീച്ചറേ ഉള്ളൂ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം എഴുതിയിട്ടുണ്ടോ അതിന് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അത്യാവശ്യം എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ +2 വരുമ്പം ഡബിൾ ട്രിപ്പിൾ വാല്യൂഷൻ ഉള്ളതുകൊണ്ട് ഒരുപാട് കൂടത്തൊന്നുമില്ല. അപ്പം 3 പേര് വാല്യൂ ചെയ്യുന്നതിനകത്തിൽ ഉള്ള മാർക്കല്ലേ എടുക്കത്തുള്ളൂ, അല്ലെ 2 പേര് വാല്യൂ ചെയ്യുന്നതിനുള്ള മാർക്കല്ലേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും അങ്ങനെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി ഇരട്ടി മാർക്കൊന്നും കിട്ടത്തില്ല. നമ്മൾ എത്ര കറക്റ്റ് എഴുതിയിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടത്തുള്ളൂ. അതാണ് റിയാലിറ്റി. അതിപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ വെറുതെ കള്ളം പറയണ്ടല്ലോ, റിയാലിറ്റി അതാണ്, അങ്ങനെയാണ്. പക്ഷേ +1 ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്കിപ്പം എക്സാം ടഫ് ആയിരുന്നതുകൊണ്ട് എനിക്കൊന്ന് കുറച്ച് ലിബറൽ ആയിരിക്കും വാല്യൂ ചെയ്യുന്നത്. പിന്നെന്തുവാ അപ്പോൾ ഇത്രയൊക്കെയാണ് കറക്റ്റ് എൻ്റെ ഓർമ്മയിലുള്ളത്. +2ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം മെയിനായിട്ട് പറയേണ്ടത്. അല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇടാം. പിന്നെ എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ആയിട്ട് കൂടുതലായിട്ട് വീഡിയോസൊക്കെ ആയിട്ട് വരാം. സമയം കുറവായതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്.
അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.